ഹലോ എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഇത് നമുക്ക് കണ്ടിന്യൂഡ് കെയറിൻ്റെയും കണ്ടിന്യൂഡ് കെയർ, കണ്ടിന്യൂയിങ്, ഓൺഗോയിങ് ഈ കെയറിൻ്റെ എല്ലാം ഡിഫറൻസ് നോക്കാം. അതായത് ഇപ്പോൾ OIT ലെറ്ററിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ ഓൺഗോയിങ് കെയർ, ഫോളോ അപ്പ് കെയർ, കണ്ടിന്യൂഡ് കെയർ. ഇതെല്ലാം നമ്മൾ സാധാരണ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ മിക്ക സ്റ്റുഡൻസിനും ഒരു ഡൗട്ട് ഉണ്ട്, ഇതിന് തമ്മിൽ ഡിഫറൻസസ് എന്താണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം, മെയിൻ വ്യത്യാസം എന്താണ്? രണ്ടും ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്? ഫോളോ അപ്പ് കെയർ, ഓൺഗോയിങ് കെയർ, കണ്ടിന്യൂഡ് കെയർ ഇതെല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് അതെന്താണ് അതിൻ്റെ വ്യത്യാസം? സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അതായത് നമുക്ക് രണ്ട് കെയർ നമുക്ക് എഴുതാം. അതായത് പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞു, അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിരുന്നാലും അവിടെ എന്തോ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം അവിടെ ഇപ്പോഴും കോംപ്ലിക്കേഷൻസ് ആയിരിക്കില്ല, ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഹോം കെയർ, ഹോം വിസിറ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ GPക്ക് ലെറ്റർ എഴുതാം, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിന് എഴുതാം, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതാം. അപ്പം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും, ഒരു കണ്ടിന്യൂഡ് കെയർ ആണോ, കണ്ടിന്യൂയിങ് കെയർ ആണോ, കണ്ടിന്യൂസ് കെയർ ആണോ, എന്താണ് അവിടെ വേണമെന്നുള്ളത്. സോ അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. കണ്ടിന്യൂഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺഗോയിങ് കെയറിൻ്റെ സെയിം മീനിങ് ആണ്. അതായത് ഒരു ലോങ് ടൈം കെയർ ആണ് നമുക്കവിടെ വേണ്ടത്. നമ്മൾ നമ്മുടെ റീഡറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടൈം കെയർ. അതൊരു പർട്ടിക്കുലർ ടൈം നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണോ പേഷ്യൻ്റ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആണത് അവിടം വരെ, ആ സമയം വരെ നമുക്ക് ഒരു കണ്ടിന്യൂഡ് ഓൺഗോയിങ് കെയർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് ഇറ്റ്സ് ലൈക്ക് എപ്പോഴാണ് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഇമ്പയർഡ് മൊബിലിറ്റി ഉണ്ട്, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നത്. ആ ഫിസിയോതെറാപ്പിസ്റ്റ് പോയി ആ പേഷ്യൻറ്റിന് മൊബിലിറ്റി, കുറച്ച് ഇമ്പയർമെൻറ്റിനൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഫിസിയോതെറാപ്പി സെക്ഷൻസ് ചെയ്യുന്നു. അത് എപ്പോഴാണോ പേഷ്യൻറ്റിൻ്റെ മൊബിലിറ്റി ഏകദേശം ഓക്കെ ആണത് അവിടം വരെ ആ കെയർ വേണ്ടി വരും. അവിടെയാണ് നമ്മൾ കണ്ടിന്യൂഡ് കെയർ അല്ലെങ്കിൽ ഓൺഗോയിങ് കെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കണ്ടിന്യൂയിങ് കെയർ എന്താണ്? കണ്ടിന്യൂയിങ് കെയർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് കെയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം ആണ്. അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിന് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഹോം നഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഹോം നഴ്സിൻ്റെ കെയർ നമുക്ക് ആവശ്യമില്ല. പേഷ്യൻറ്റിന് ഫോളോ അപ്പ് ടൈം അല്ലെങ്കിൽ ആ സ്റ്റേപ്പിൾസ് റിമൂവ് ചെയ്യുന്നതോടെ വരെയുള്ള ഡ്രസ്സിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവിടെ നമുക്ക് കണ്ടിന്യൂയിങ് കെയറിനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് കെയറിനോ നമുക്കവിടെ എഴുതാം. അതായത് പർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ കെയർ തീരും, അവിടെ വരെ മതി നമുക്ക് ആ പേഷ്യൻ്റ് കെയർ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പി തന്നെ വേണം, ബട്ട് അതൊരു പർട്ടിക്കുലർ ഡേ ഉണ്ട്, ഒരു 30 ഡേയ്സിലേക്ക് മാത്രം മതി. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ 30 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പി സെക്ഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളവിടെ കണ്ടിന്യൂസ് കെയർ എന്ന് എഴുതുക അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് കെയർ എന്ന് എഴുതുക. ബട്ട് അതൊരു ലോങ് ടേം ഫിസിയോതെറാപ്പിസ്റ്റിന് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഡ് കെയറിന് യൂസ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് വ്യത്യാസവും. So I think it's clear for you. Nothing but continued care or ongoing care means it's meaning for a long-term care, because here you will not mention the time period when the patient will recover completely. Until then they have to give the care. That means the reader have to be given. Example, like a physiotherapist, the patient is like a stroke patient has some physical disability, impaired mobility. So you are requesting a physiotherapist to give continued care or ongoing care until the complete recovery. You are not mentioning the time here. So it's up to them. Whenever the patient will regain the complete strength of mobility, then they can stop. So that means it's like a future, it's like a long time care in the future. In other hand, what do you mean by continuing care or continuous care means in the letter they have given that a particular time period. Until then we have to give the care. Example, for a post-operative patient, like a 2 weeks period you have to give the dressing until the staples removal or until the next follow-up visit. So it's clear that only for 2 weeks the reader have to give the care. So here you can use the continuous or continuing care. That is only the differences. So I hope it is clear for you. We will see you within another one informative video. Until then, bye. Take care.